സംസ്ഥാനത്ത് പേ വിഷബാധയേറ്റുള്ള മരണം ആശങ്കയാകുമ്പോൾ സർക്കാരിന്റെ സമഗ്ര പേ വിഷ പ്രതിരോധ കുത്തിവെപ്പ് യജ്ഞം പാളിയെന്ന് കണക്കുകൾ. 2025 ജനുവരി മുതൽ ജൂൺ വരെ 16 പേരാണ് സംസ്ഥാനത്ത് പേ വിഷബാധയേറ്റ് മരിച്ചത്. എന്നാൽ 30% താഴെ തെരുവുനായ്ക്കൾക്ക് മാത്രമാണ് ഇതുവരെ വാക്സിൻ എടുക്കാനായത്. ABC പദ്ധതി പാളുന്നതും തെരുവുനായ നിയന്ത്രണത്തിന് കേന്ദ്ര ജന്തുക്ഷേമ ബോർഡിന്റെ കർശന വ്യവസ്ഥകളും തെരുവുനായ നിയന്ത്രണത്തിന് തടസ്സമാണ്. കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ആക്രമണം രൂക്ഷമായതോടെയാണ് സംസ്ഥാന സർക്കാർ സമഗ്ര പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം തുടങ്ങിയത്. തെരുവുനായ്ക്കൾക്കൊപ്പം വളർത്തുനായ്ക്കൾക്കും വാക്സിനേഷൻ നൽകുകയായിരുന്നു ലക്ഷ്യം. 2019 ലൈഫ് സ്റ്റോക്ക് കണക്കെടുപ്പ് പ്രകാരം സംസ്ഥാനത്ത് 2.89 ലക്ഷം തെരുവുനായ്ക്കളാണുള്ളത്. 2025 ആയതോടെ ഇത് 10 മടങ്ങ് വർദ്ധിച്ചു. എന്നാൽ 2024-25 സാമ്പത്തിക വർഷം മാർച്ച് 31 വരെ സംസ്ഥാനത്ത് 88,744 തെരുവുനായ്ക്കൾക്ക് മാത്രമേ പ്രതിരോധ കുത്തിവയ്പ് നൽകിയിട്ടുള്ളൂ. 70% നായ്ക്കൾക്കും കുത്തിവയ്പ് നൽകിയാൽ പേവിഷബാധയുണ്ടാകാനുള്ള സാധ്യത ഗണ്യമായി കുറയുമെന്നാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ സംസ്ഥാനത്ത് 30% തെരുവുനായ്ക്കൾക്ക് മാത്രമാണ് കുത്തിവയ്പ് നൽകിയത്. വളർത്തുനായ്ക്കളിൽ 40% താഴെ മാത്രമാണ് കുത്തിവയ്പ് എടുത്തത്. നിലവിൽ വന്ധ്യംകരിക്കാൻ പിടികൂടുന്ന നായ്ക്കൾക്ക് മാത്രമാണ് വാക്സിൻ നൽകുന്നത്. ഇവയ്ക്കാകട്ടെ ബൂസ്റ്റർ ഡോസ് നൽകാനാകുന്നുമില്ല. പൂർണ്ണമായും തെരുവുനായ്ക്കളെ നമ്മൾ വാക്സിനേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കുറേയധികം എണ്ണത്തിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ABC ചെയ്യുന്നതോടൊപ്പം ആ ABC ചെയ്യുന്ന നായ്ക്കളെ നമ്മൾ തെരുവിലേക്ക് വിടുമ്പോൾ വാക്സിനേറ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. പക്ഷേ എന്നാൽ പോലും ആ ഒരു വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഷോട്ടാണ് എടുക്കുന്നത്. അത് 1 വർഷത്തേക്കാണ് അതിൻ്റെ പ്രതിരോധ ശേഷി സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത്. അതല്ലാതെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെയെല്ലാം കൃത്യമായി വാക്സിനേഷൻ ഉത്തരവാദിത്തത്തോടെയുള്ള ഓണർഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വാക്സിനേഷൻ നടക്കുന്നുണ്ട്. 2025 ജനുവരി മുതൽ ജൂൺ വരെ 16 പേരാണ് സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത്. 2024 26 പേർക്കും 2023 25 പേർക്കും ജീവൻ നഷ്ടമായി. 2024 സംസ്ഥാനത്ത് 3.16 ലക്ഷം പേർക്കാണ് നായയുടെ കടിയേറ്റത്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ 50,870. കുറവ് വയനാട്ടിലും 5,719 പേർക്ക് വയനാട്ടിൽ കടിയേറ്റു. തെരുവുനായ നിയന്ത്രണത്തിൽ പ്രായോഗിക തടസ്സങ്ങൾക്ക് കാരണം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ജന്തുക്ഷേമ ബോർഡിന്റെ കർശന വ്യവസ്ഥകളും പ്രാദേശിക എതിർപ്പുകളുമാണെന്ന ആരോപണമുണ്ട്. ബോർഡിന്റെ പല മാർഗനിർദ്ദേശങ്ങളും കേരളത്തിലെ സാഹചര്യത്തിൽ നടപ്പാക്കാൻ കഴിയില്ലെന്നാണ് മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. കോടികൾ ചെലവഴിക്കുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി പാളുന്നതും തെരുവുനായ നിയന്ത്രണത്തിന് തടസ്സമാണ്. സഞ്ചരിക്കുന്ന ABC സെന്റർ, തെരുവിൽ പരിക്കേറ്റ നായ്ക്കളെ പാർപ്പിക്കാൻ പ്രത്യേക കേന്ദ്രം, ഡോഗ് കൺട്രോൾ സെൽ എന്നിവയൊന്നും ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും സാധ്യമായിട്ടില്ല. തെരുവുനായ പിടുത്തക്കാരുടെ അഭാവം, ABC കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലെ പ്രാദേശിക എതിർപ്പ് എന്നിവ കൂടിയാകുമ്പോൾ തെരുവുനായ നിയന്ത്രണത്തിന് ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതിയിലാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ. ന്യൂസ് മലയാളം, കണ്ണൂർ.